الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. സത്യവിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ഏത് സമയത്ത് എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 208-ാമത്തെ വചനമാണ് ഓതിവെച്ചത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഒരുപോലെ റബ്ബിന് കീഴ്പ്പെടുന്ന യഥാർത്ഥ മുസ്ലിമാകുന്ന സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഈ ആയത്തിന്റെ പൊതുവായ ആശയം. ഇസ്ലാം എന്നത് കേവലം ചില അവകാശവാദങ്ങളോ കേവലം നാവുകൊണ്ട് ഉച്ചരിക്കുന്ന ചില വാക്കുകൾ പരിമിതമാകുന്നതോ അല്ല. ഇസ്ലാം എന്നത് എല്ലാ അർത്ഥത്തിലും പ്രത്യക്ഷമായും പരോക്ഷമായും അവന്റെ മനസ്സും ശരീരവും പരിപൂർണമായും റബ്ബിനെ കീഴ്പ്പെടുക എന്നതാണ് ഇസ്ലാം കൊണ്ട് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്. അവരുടെ കൈയും കാലും കണ്ണും കാതും എല്ലാം മുസ്ലിമായി മാറണം എന്നർത്ഥം. ഷഹാദത്ത് ചൊല്ലി പേരുകൊണ്ട് മുസ്ലിമായി, സർട്ടിഫിക്കറ്റിൽ പേരിന്റെ കൂടെ മുസ്ലിം എന്നാണ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് മാത്രം ഒരാൾ ശരിയായ പരിപൂർണനായ മുസ്ലിമായി മാറുന്നില്ല. നേരെ മറിച്ച് ജീവിതത്തിലെ എല്ലാ മേഖലയിലും എല്ലാ അവയവങ്ങളും ഒരുപോലെ ഇസ്ലാമിൽ ഉൾക്കൊള്ളുകയും പടച്ച റബ്ബിന് പരിപൂർണമായും കീഴ്പ്പെടുകയും ചെയ്യുമ്പോഴാണ്
ഒരാൾ പരിപൂർണ വിശ്വാസിയായി മുസ്ലിമായി മാറുന്നു. അവന് മുഴുവൻ അവയവങ്ങളും റബ്ബിനെ കീഴ്പ്പെടണം. എല്ലാം പടച്ച റബ്ബിന്റെ നിയമങ്ങൾക്ക് വിധേയമായി മാത്രം ഉപയോഗപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഇലും സുജൂദിലും എല്ലാം നിർവഹിക്കാനുള്ള പ്രാർത്ഥനകൾ, വ്യത്യസ്തമായ ദുആകൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അതിൽപ്പെട്ട ദുആയിക്കാണ് നബി തങ്ങൾ റുകൂഇൽ പറയുമായിരുന്നു, അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു ഖശഅ ലക സമഈ വബസരി വമുഖി വഅലമി വഅസബി. അബ്ബേ, ഞാനിതാ നിന്നിലേക്ക് പരിപൂർണമായും കീഴ്പ്പെട്ടിരിക്കുന്നു, നിന്നിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുന്നു റബ്ബേ. ശേഷം നബി തങ്ങൾ പറയും, ഖശഅ ലക സമഈ വബസരി, എന്റെ കേൾവിയും കാഴ്ചയും നിനക്കിതാ വിധേയപ്പെടുന്നു, നിനക്കിതാ കീഴ്പ്പെടുന്നു റബ്ബേ. എന്റെ മജ്ജയും മാംസവും എല്ലുകളും എല്ലാം, എന്റെ മജ്ജയും എന്റെ എല്ലുകളും എല്ലാം റബ്ബേ നിനക്ക് കീഴ്പ്പെട്ടതാണ് എന്ന് നബി തങ്ങൾ പ്രത്യേകമായ ദുആയിൽ ഉൾപ്പെടുന്നതായി കാണാൻ കഴിയും. സമാനമായി നബി തങ്ങൾ സുജൂദിലും പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനകളിൽ ഇതേ ആശയം കാണാം. റബ്ബേ സജദ വജ്ഹി ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എന്റെ കണ്ണും കാതും എനിക്ക് കീഴ്പ്പെടുത്തി തന്ന റബ്ബ്, ആ റബ്ബിന് പരിപൂർണമായും ഞാൻ വിധേയപ്പെട്ടിരിക്കുന്നുവെന്ന് നബി തങ്ങൾ ദുആയിൽ സുജൂദിൽ പ്രാർത്ഥനയിൽ നബി തങ്ങൾ പറയാറുണ്ട്. പരിപൂർണമായും അല്ലാഹുവിനെ കീഴ്പ്പെടുക എന്നാണ്. കയ്യ് മുസ്ലിമായി മാറണം, കാല് മുസ്ലിമായി മാറണം, കണ്ണും കാതുമെല്ലാം മുസ്ലിമായി മാറണം. എല്ലാ അവയവങ്ങളും ഒരുപോലെ റഹ്മാനായ റബ്ബിന് പരിപൂർണമായും കീഴ്പ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, ആ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ സംസാരിക്കുകയാണെങ്കിൽ പോലും ആ സംസാരം പടച്ച റബ്ബിനെ കീഴ്പ്പെട്ടുകൊണ്ട് സത്യസന്ധമായ സംസാരമായിരിക്കും. സംസാരിക്കുന്നുവെങ്കിൽ സത്യം മാത്രമാണ് നാവിലൂടെ പുറത്തേക്ക് വരിക. അതേപോലെ അവന്റെ കോപം അടക്കി വെക്കാൻ അവന് തീർച്ചയായും കഴിയും. ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തെ ഒപ്പിച്ച് കോപം വന്നാൽ ആ കോപത്തവൻ കീഴ്പ്പെടുത്തുന്നവനാണ്. മാത്രവുമല്ല ദേഷ്യം വന്നാൽ നാവിനെ നിയന്ത്രിക്കുന്നവൻ. ദേഷ്യം വന്നാൽ എന്തും വിളിച്ചു പറയുക. ഞാൻ ചൂടായപ്പോ പറഞ്ഞു പോയതാണ്, അപ്പങ്ങ് പറഞ്ഞതാണ്, പിന്നെയാണ് ഓർത്തത്. അതല്ല, ഒരു നാവ് പരിപൂർണമായും കീഴ്പ്പെട്ട മുസ്ലിമായ നാവായി മാറുക. അവന് കൈകാലുകൾ മുസ്ലിമായ കൈകാലുകളായി മാറുക. ഹറാമിലേക്കൊന്നും പോകാതെ കാലുകളെ തടഞ്ഞു വെക്കുക. ഹറാമിലേക്ക് പോകാനും അവന് അവസരങ്ങളുണ്ട്, പോകാൻ കഴിയും, പക്ഷെ പോകുന്നില്ല. കാരണം കാല് മുസ്ലിമായ കാലാണ്. ഹറാമിലേക്ക് ആ കാല് പോവുകയില്ല എന്നർത്ഥം. അവന്റെ കൈകളെയും അവൻ തടഞ്ഞു വെക്കുന്ന കുറ്റകരമായ കാര്യങ്ങളിൽ നിന്ന് കൈകൾ അവൻ തടഞ്ഞു വെക്കുന്നു. നബിയോട് ചോദിച്ചുവല്ലോ, ആരാണ് നബി ശരിയായ മുസ്ലിം? നബി ഞങ്ങൾ പറഞ്ഞ മറുപടി കാണാം, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അവന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മറ്റ് മുസ്ലിമീങ്ങൾ സുരക്ഷിതരാണോ എങ്കിൽ അവനാണ് മുസ്ലിം എന്നാണ്. ഇവിടുത്തെ നാവിന്റെ കാര്യത്തിൽ ആർക്കും പേടിയില്ല, അവന് കയ്യിന്റെ കാര്യത്തിൽ ആർക്കും പേടിയില്ല എങ്കിൽ അവൻ മുസ്ലിമാണ് എന്നാണ് നബി ഞങ്ങളെ പരിചയപ്പെടുത്തി. അതല്ല, അയാൾ എന്താ പറയാന്നറിയില്ല, അടുക്കാൻ പേടിയാണ്, അയാൾ സംസാരിക്കാൻ പേടിയാണ്, അത് നാവൽപ്പം മോശമാണ് എന്നാണ് ആളുകൾ നമ്മളെപ്പറ്റി വിചാരിക്കുന്നത് എങ്കിൽ നമ്മുടെ ഇസ്ലാമിലെ ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് എന്നർത്ഥം. നമ്മളുമായി അടുക്കാൻ ആളുകൾ പ്രയാസപ്പെടുന്നുവെങ്കിൽ, ആശങ്കപ്പെടുന്നുവെങ്കിൽ, വല്ലതും ചോദിച്ചാൽ പിന്നെ എന്തായാ നാവെന്ന് വരാന്ന് പറയാൻ പറ്റില്ല, എന്തൊക്കെ കേൾക്കണമെന്ന് പറയാൻ കഴിയില്ല, അടുത്തേക്ക് പോകാൻ പറ്റില്ല, ഇളകിയാൽ ഒന്ന് പറയാൻ രണ്ടാമത്തെ അടിയാണ് എന്നൊക്കെ ചില ആളുകളെപ്പറ്റി ആളുകൾ പറയാറുണ്ട്. അതൊന്നുമല്ല നമ്മൾ ആവേണ്ടത്. മൻസലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അവന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും അവൻ രക്ഷപ്പെടുക, അതാണ് ഒരു മുസ്ലിമിന് നിബിധങ്ങൾ നൽകിയ വിശദീകരണം. അഥവാ ഇസ്തിഖാമത്ത്, നേരായ വഴിയിൽ നേരെ ചൊവ്വെ നിലകൊള്ളുക, അതാണ് ഇസ്തിഖാമത്ത്. അതാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. സുഫ്യാൻ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബിയോട് ചോദിച്ചു, നബിയെ എനിക്ക് ഉപദേശം വേണം,
നബിയെ ചെന്ന് കണ്ട് അദ്ദേഹം പറഞ്ഞു, നബി എനിക്ക് ഉപദേശം വേണം. ആ ഉപദേശത്തിന്റെ പ്രത്യേകത നബി എനിക്ക് ഇസ്ലാമിൽ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരണം. ആ അതേക്കുറിച്ച് താങ്കളോടല്ലാതെ മറ്റൊരാളോടും എനിക്ക് ചോദിക്കേണ്ടി വരാൻ പാടില്ല. എവിടെയും പോയി ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം പരിപൂർണമായി എനിക്ക് ഇസ്ലാമിൽ ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഒരു വാക്ക് നബിയെ ഞാൻ ഇങ്ങോട്ട് ചോദിക്കുന്നു, എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ നബി നൽകുന്ന മറുപടി കാണാം, ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മസ്തഖിം. ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മസ്തഖിം. നീ പ്രഖ്യാപിച്ചോ, ആമൻതു ബില്ലാഹ്, പടച്ച റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അല്ലാഹ് എനിക്ക് വിശ്വാസമാണ് പ്രഖ്യാപിക്കുക. സുമ്മസ്തഖിം, പിന്നെ നേരെ ചൊവ്വേ നിലകൊള്ളുക. അതെല്ലാം പെട്ട ഒറ്റ വാക്കിൽ, ആ ഒരു വാക്കിൽ എല്ലാം ഉൾപ്പെട്ടിരുന്നു ആവശ്യമില്ല. സുമ്മസ്തഖിം, നേരെ ചൊവ്വേ നിലകൊള്ളുക. നാവ് ഇസ്തിഖാമത്തിലാവുക, കൈ ഇസ്തിഖാമത്തിലാവുക, കാല് ഇസ്തിഖാമത്തിലാവുക, എല്ലാ അവയവങ്ങൾക്കും ഒരു ഇസ്തിഖാമത്ത്, നേരെ ചൊവ്വേ നിലകൊള്ളുക. കാണാൻ പാടില്ലാത്തത് കാണുന്നില്ല, കേൾക്കാൻ പറ്റാതെ കേൾക്കുന്നില്ല, പറയാൻ പറ്റാത്തത് പറയുന്നില്ല, എടുക്കാൻ പറ്റാത്തൊന്നും എടുക്കുന്നില്ല, പോകാൻ പറ്റാത്തടത്തേക്ക് അവൻ പോകുന്നില്ല. എല്ലാത്തിനും നിയന്ത്രണം. കാരണം എന്താ? എല്ലാം അവന്റെ അവയവങ്ങൾ മുഴുവനും പൂർണ്ണമായും മുസ്ലിമാണ് എന്നർത്ഥം. എല്ലാം പടച്ച റബ്ബിന് വിധേയമായതാണ്. സ്വഭാവത്തിൽ ആ മാറ്റം കാണണം. അവന്റെ എല്ലാ ഇടപാടിലും ആ ഒരു മാറ്റം കാണണം. അതാണ് മുസ്ലിം. അതാണ് നിങ്ങൾ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം എന്ന് മുഅ്മിനീങ്ങളോട് ആവശ്യപ്പെട്ടു. ആമനു, സത്യവിശ്വാസികളെ, വിശ്വസിച്ചവരെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു തആല പരിപൂർണമായും നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെന്ന് അവിശ്വാസികളെ വിളിച്ചിട്ടല്ല പറഞ്ഞത്, കപടവിശ്വാസികളോടല്ല പറഞ്ഞത്, ഈമാനുള്ള വിളിച്ചുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ എന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ പരിപൂർണമായും ഇസ്ലാമിൽ നിങ്ങൾ പ്രവേശിക്കണം. തൊട്ടുടനെ പറഞ്ഞു, വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ, പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത് എന്നാണ്. ആ തെറ്റിച്ചു കൊണ്ടുപോകാൻ പിശാച്ചുണ്ടാകും. തെറ്റായ വഴിക്ക് നമ്മൾ നയിക്കാൻ പിശാച്ച് എപ്പോഴും ശ്രമിക്കും. ആ ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും വേണം. അത് നിങ്ങൾ പെട്ടുപോകരുത്, ആ വഴിക്ക് പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിന് ശേഷം പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. സ്വഭാവങ്ങൾ ആ മാറ്റമുണ്ടാവുക. അഹങ്കാരം, പൊങ്ങച്ചം, വിദ്വേഷം, പക, അസൂയ തുടങ്ങിയ ദുഷിച്ച എന്തെല്ലാം ശീലങ്ങളുണ്ടോ അതെല്ലാം ഒഴിവായവനാണ് പരിപൂർണമായ മുസ്ലിം എന്നത്. അഹങ്കാരമുള്ളവന് സ്വർഗമില്ല എന്നാണല്ലോ പഠിപ്പിക്കപ്പെടുന്നത്. അസൂയ നന്മകളെ മൊത്തം തകർക്കുമെന്നാണല്ലോ പഠിപ്പിക്കപ്പെടുന്നത്. വിദ്വേഷം ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞത്. വിശ്വാസികളായ ആളുകളോട് ഒരു വിദ്വേഷവും പകയും ഞങ്ങൾക്ക് നീ മനസ്സിലുണ്ടാക്കല്ല എന്ന് ദുആ ചെയ്യാൻ നമ്മൾ പ്രത്യേകമായി ആവശ്യപ്പെടുന്നുണ്ട്. മറ്റുള്ളവരുടെ കുറ്റങ്ങളെ പറഞ്ഞ് കുറവുകൾ കണ്ടെത്തി അവന് പ്രയാസം വന്നാൽ അത് സന്തോഷമുണ്ടായി അവനെ ഏതെങ്കിലും നിലയ്ക്ക് അടിച്ചമർത്താൻ ശ്രമിച്ച് അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച് അങ്ങനെ പോകേണ്ടവരെല്ലാം നമ്മളെന്നർത്ഥം. നമ്മുടെ ലക്ഷ്യം പരലോകമാണ്. ഈ ലോകത്ത് നൈമിഷികമായ സുഖങ്ങളല്ല നാം അടിസ്ഥാന ലക്ഷ്യമായി കാണും. ഈ ലോകം അവസാനിക്കും, ഈ ജീവിതം അവസാനിക്കും. ഒരു യാത്ര നിർബന്ധമാണ്. ആ യാത്ര പോയാൽ ചെല്ലാനുള്ള ലോകത്തുള്ള രക്ഷയാണ് നാം അടിസ്ഥാനമായി കാണേണ്ടത് നമ്മുടെ ലക്ഷ്യം എന്നത്. ആ ലക്ഷ്യം മറക്കാതെ അതിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക, അതാണ് ഏറ്റവും അടിസ്ഥാനം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരന്മാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുഴുവൻ അവയവങ്ങളും പരിപൂർണമായും മുസ്ലിമാകണമെങ്കിൽ അവക്കെല്ലാം പടച്ച റബ്ബിൽ നിന്നുള്ള പ്രത്യേകമായ കാവലുണ്ടാവൽ അനിവാര്യമാണ്. കാരണം പിശാച് ഇവിടെ ഉണ്ട്. ജീവിക്കുന്ന സാഹചര്യം അങ്ങനെയാണ്. ഒട്ടനവധി തിന്മകൾക്കിടയിലാണ്, തടസ്സങ്ങൾക്കിടയിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
പടച്ച റബ്ബിന്റെ പ്രത്യേകമായ കാവൽ ലഭിച്ചെങ്കിൽ മാത്രമാണ് ഇതിലൊന്നും ചെന്ന് ചാടാതെ ശരിയായ ലക്ഷ്യത്തിൽ ശരിയായ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുക. അതിന് വഴി അല്ലാഹു റസൂലിനെ പഠിപ്പിച്ചു തന്നു. അല്ലാഹു പറയുന്ന നബിതങ്ങൾ പറയുന്ന ഹദീസ്, ഇതിനാണ് ഹദീസ് ഖുദ്സിയ ഹദീസ്. അല്ലാഹു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങൾ പറയുക. അത്തരമൊരു ഹദീസ് ഇമാം ബുഖാരി മറ്റും ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം, അല്ലാഹു തആല പറയുന്നു, മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറതുഹു അലൈഹി. എന്റെ അടിമക്ക് എന്നിലേക്ക് അടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഫർളാക്കിയ കാര്യങ്ങളാണ്. അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ട അമലുകൾ ഫർളായ അമലാണ്. അതിലൂടെയാണ് റബ്ബിലേക്ക് ഏറ്റവും അടുക്കാൻ കഴിയുക. അപ്പൊ ആ ഫർളിൽ വിട്ടുവീഴ്ച ഇല്ലാതിരിക്കുന്ന ഒന്നാമത്തെ കാര്യം ഫർളായ നമസ്കാരം, റമദാനിലെ നോമ്പ്, സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവനാണെങ്കിൽ സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യാൻ കടപ്പെട്ടവരാണെങ്കിൽ ഹജ്ജ് ചെയ്യുക. ഇതൊക്കെ ഏറ്റവും നിർബന്ധമായ കാര്യങ്ങളാണ്. അതിനേക്കാളേറെ കണിക്കാൻ എന്റെ അടിമക്ക് മറ്റൊരു വഴിയുമില്ല. എന്നാൽ ആ ഫർള് കഴിഞ്ഞാൽ അത് ശേഷം ഫർളുകൾക്ക് പുറമെ സുന്നത്തുകൾ കൂടി എന്റെ അടിമകൾ നിർവഹിക്കുകയും അങ്ങനെ ഇത് രണ്ടും ചേർത്തി അവൻ എന്നിലേക്ക് അടുക്കുകയും ആ അടുപ്പം കാരണമായി ഞാൻ അവനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ കേൾക്കുന്ന കാത് ഞാനായി മാറും, അവൻ കാണുന്ന കണ്ണ് ഞാനായി മാറും, അവൻ പിടിക്കുന്ന കൈകൾ ഞാനായി മാറും, അവൻ നടക്കുന്ന കാലുകൾ ഞാനായി മാറും. അഥവാ അവൻ കാലിലും കയ്യിലും കണ്ണിനും കാതിലുമെല്ലാം പടച്ച റബ്ബിന്റെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കുമെന്നാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനമായി സാരിഹുകൾ ഫത്ഹുൽ പോലെ സഹീഹ് മുസ്ലിം പോലെ കിതാബിലെല്ലാം രേഖപ്പെടുത്തിയ വിശദീകരണത്തിൽ ഒന്നതാണ് അവന് കയ്യിലും കാതിലും കണ്ണിനും കാതിലുമൊക്കെ അല്ലാഹു തആല പ്രത്യേകമായ സംരക്ഷണം, പ്രത്യേകമായ കാവൽ റബ്ബ് നൽകുമെന്നാണ്. അവന് കയ്യ് സംരക്ഷിക്കപ്പെട്ട കൈയായി മാറും, കാല് സംരക്ഷണം ലഭിച്ച കാലായി മാറും, കണ്ണും കാതുമൊക്കെ പ്രത്യേകമായ കാവലുള്ള കണ്ണും കാതുമായി മാറുമെന്നർത്ഥം. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഒന്നാമതായി ഫർളുകളിൽ ഒരു കണിശത കാണിക്കുക. രണ്ട് കഴിവിന്റെ പരമാവധി സുന്നത്തുകൾ ഏതുമാകാം, നിസ്കാരമാകാം, നോമ്പാവാം, ഫളക്കുകളാവാം, ഖുർആൻ പാരായണമാകാം, ദിക്ർ ദുആകളാവാം, തസ്ബീഹുകളാവാം, സ്വലാത്തുകളാവാം, നന്മ കൽപ്പിക്കലാവാം, തിന്മ വിരോധിക്കലാവാം, സൽസ്വഭാവമാവാം, ഇങ്ങനെ തുടങ്ങി അല്ലാഹു റസൂലും പ്രോത്സാഹിപ്പിച്ച ഏതെല്ലാം നല്ല വശങ്ങളുണ്ടോ അതെല്ലാം ഉൾപ്പെടുന്നു. അതൊക്കെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കുമ്പോൾ പടച്ച റബ്ബിന്റെ പ്രത്യേകമായ സംരക്ഷണം, പ്രത്യേകമായ കാവൽ ലഭിക്കുകയും നമ്മുടെ കയ്യും കാലുമൊക്കെ മഹ്ഫൂദായ റബ്ബിന്റെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കുന്ന കാവൽ ലഭിക്കുന്ന കയ്യും കാലും മറ്റവയവങ്ങളുമായി മാറും. ശേഷം അല്ലാഹു തആല പറയുന്നു, ഫഇൻ സഅലനി ലഉഅതിയന്ന വലഇൻ ഇസ്തആദനി ലഉഈദന്ന. അങ്ങനെ അവസ്ഥയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ എന്നോട് വല്ലതും ചോദിച്ചാൽ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. അവനോട് കാവൽ തേടിയാൽ ഞാൻ അവന് കാവൽ നൽകുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല പ്രത്യേകമായി കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതാവണം നമ്മുടെ ഒരു അടിസ്ഥാനം. പടച്ച റബ്ബിന്റെ ഇഷ്ടം നേടുക, റബ്ബിന് പ്രിയപ്പെട്ടവരായി മാറുക, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുക, അങ്ങനെ അല്ലാഹുവിന്റെ കാവൽ ദുനിയാവിൽ പ്രത്യേകമായി കിട്ടുക. മൊത്തം ശരീരവും ആത്മാവുമെല്ലാം പടച്ചവന് പരിപൂർണമായും കീഴ്പ്പെടുക. ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിച്ച് ഈ ലോകത്തിൽ യാത്ര പോകുമ്പോൾ ആ യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്രയായി മാറുക. അതിനുള്ള വഴികൾ ഏതെല്ലാം ഉണ്ടോ ആ വഴികളൊക്കെ തേടാൻ, അതൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله.